CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിക്ക് ഇനി വോട്ട് ഗുരുവായൂരിൽ. ക്ഷേത്രത്തോട് ചേർന്ന അച്യുതം ഫ്ളാറ്റിലാണ് വോട്ട് ചേർത്തത്. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി രണ്ടിടത്തായിരുന്നു വോട്ട് ചെയ്തത്. ആസന്നമായ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സമ്മതിദാനം വിനിയോഗിക്കുക ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ ഭരണിവേല വർണ്ണാഭം. വേലൂർ വെങ്ങലശ്ശേരി അയ്യപ്പൻകാവ് കുതിരകളെ മതിൽക്കെട്ടിനകത്ത് കയറ്റി പുണ്യാഹം തളിച്ചതോടെയാണ് ഭരണിവേല ആരംഭിച്ചത്. ക്വാറിയുടെ പ്രവർത്തനത്തിൽ പൊറുതിമുട്ടി പ്രദേശവാസികൾ വീണ്ടും പ്രതിഷേധത്തിൽ. കടവല്ലൂർ പഞ്ചായത്തിലെ ഒരുക്കാൽക്കുന്നിൽ പ്രവർത്തിക്കുന്ന ക്രഷറിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ പേര് സെന്റ് തോമസ് സ്കൂൾ എന്ന പേരിൽ തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. തണ്ടിലം പള്ളിയിൽ ചേർന്ന യോഗം സമരസമിതിക്ക് രൂപം നൽകി. വേലൂർ ഫൊറോനയിലെ 17 ഇടവകകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസും. മുട്ടിക്കൽ ആറ്റത്ര റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണോദ്ഘാടനം സംഘാടക സമിതി യോഗം AC മൊയ്തീൻ MLA അധ്യക്ഷതയിൽ ചേർന്നു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കുണ്ടന്നൂർ മുട്ടിക്കൽ ആറ്റത്ര റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിന് 5.3 കോടി രൂപയാണ് കിഫ്ബി അനുമതി ലഭിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളിയിൽ ഇടവക ദിനം ആഘോഷിച്ചു. ഇടവക ദിന സമ്മേളനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വെള്ളർക്കാട് തിപ്പിലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളർക്കാട് പള്ളി പാർക്കിലെ ഓട്ടോ ഡ്രൈവേഴ്സ് കടങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും നിവേദനം നൽകി. കടപ്പുറം പഞ്ചായത്ത് ഇരട്ടപ്പുഴ GLP സ്കൂളിന്റെ 1ാം നിലയുടെ ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. കുന്നംകുളം ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദിക് ആൻഡ് ട്രഡീഷണൽ മെഡിക്കൽ വർക്കേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി മഹലിലും പരിസരത്തുമുള്ള നിർധന കുടുംബങ്ങൾക്ക് ഖത്തർ പൗരനായ നാസർ അൽ കഹബി കുടുംബം റമളാൻ കിറ്റുകൾ വിതരണം ചെയ്തു. തൊഴിയൂർ CMUP സ്കൂൾ 178ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മന്നലാങ്കുന്ന് അൽ ഹിക്മ സലഫി മസ്ജിദിന്റെ നേതൃത്വത്തിൽ മതവിജ്ഞാന സദസ്സും സമൂഹ നോമ്പുതുറയും നടത്തി. നാഷണൽ സർവീസ് സ്കീം ഹയർ സെക്കൻഡറി വിഭാഗം തൃശൂർ ജില്ലയിലെ മികച്ച പ്രോഗ്രാം ഓഫീസർക്കും മികച്ച യൂണിറ്റിനുമുള്ള അവാർഡ് മരത്തംകോട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഡോക്ടർ NA വിനീത ഏറ്റുവാങ്ങി. സെന്റ് ഡയനീഷ്യസ് ഓർത്തഡോക്സ് ഫെലോഷിപ്പ് ആർത്താറ്റ് കത്തീഡ്രൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം തൃശൂർ ദയാ ആശുപത്രികളുടെ സഹകരണത്തോടെ അത്യാഹിത ഘട്ടങ്ങളിലെ പ്രാഥമിക പരിചരണ പരിശീലന ക്ലാസുകൾ നടത്തി. അയ്യപ്പ സേവാ സമാജം കുന്നംകുളം താലൂക്ക് യോഗം ദേശീയ സെക്രട്ടറി അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.